ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് അനലോഗ്, എന്താണ് ഡിജിറ്റൽ. എല്ലാവർക്കും അറിയാവുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ആൻ അനലോഗ് ക്വാണ്ടിറ്റി ഈസ് വൺ ദാറ്റ് ടേക്ക് ഓൺ എനി വാല്യൂ ഓവർ എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്. സോ മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ വേരിയബിൾസ് ആർ അനലോഗ് ഇൻ നേച്ചർ. ഏതൊക്കെയാണ് ഫിസിക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്, സൗണ്ട് ഇൻറ്റൻസിറ്റി, പൊസിഷൻ, റൊട്ടേഷൻ, സ്പീഡ് എക്സെട്ര ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് അനലോഗ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് അനലോഗ് സിഗ്നലിൻ്റെ പ്രത്യേകത? വിച്ച് ടേക്ക് ഓൺ എനി വാല്യൂ ഓവർ എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പോൾ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ഒരുപാട് വാല്യൂസ് ഓരോരോ മൊമെൻറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അനലോഗ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മളൊരു സൈനസോഡൽ വേവ് പറയുകയാണെങ്കിൽ ഇതൊരു അനലോഗ് ക്വാണ്ടിറ്റിയാണ് അല്ലേ? കാരണം ഓരോ മൊമെൻറ്റിലും ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനലോഗ് സിഗ്നൽസിന് എക്സാമ്പിൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിജിറ്റൽ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ്. എ ഡിജിറ്റൽ ക്വാണ്ടിറ്റി ടേക്സ് ഓൺ ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂ. 0 അല്ലെങ്കിൽ 1 പോലത്തെ ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ ആര് പ്രിഫർ ചെയ്യുള്ളൂ? ഒരു ഡിജിറ്റൽ ക്വാണ്ടിറ്റി പ്രിഫർ ചെയ്യുള്ളൂ. സോ ദ വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഡിജിറ്റൽ കോഡ് സച്ച് ആസ് ബൈനറി ഓർ BCD നമ്പർ. ഒരു ബൈനറി കോഡിലോ ഒരു BCD കോഡിലോ നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മുടെ ഡിജിറ്റൽ കോഡ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അനലോഗ് വാല്യൂവിനെ കുറിച്ചും ഡിജിറ്റൽ വാല്യൂവിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസിങ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ടു അനലോഗ് വേൾഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ നമ്മളൊരു പ്രാക്ടിക്കൽ ഇൻ്റർഫേസിങ് എങ്ങനെ പറയുന്നു എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ ബ്ലോക്ക് ഡയഗ്രം ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻപുട്ടിലൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ഫിസിക്കൽ വേരിയബിൾ ഉണ്ട്. ഈ ഫിസിക്കൽ വേരിയബിളിനെ എനിക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെൻ എ ഫിസിക്കൽ പ്രോസസ് മോണിറ്റർ ഓർ കൺട്രോൾഡ് ബൈ എ ഡിജിറ്റൽ സ്വിച്ച് സച്ച് ആസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഫിസിക്കൽ വേരിയബിൾ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ യൂസിങ് എ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ആദ്യം വരുന്ന ഇൻഫർമേഷൻ സോഴ്സാണ്, പിന്നെ വരുന്ന ട്രാൻസ്മിറ്ററാണ്, പിന്നെ വരുന്ന ചാനലാണ്, പിന്നെ വരുന്ന റിസീവറാണ്. അപ്പോൾ ബേസിക്കലി ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ആക്ച്വലി ആര് ചെയ്യുക? ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യുക. അതായത് മോഡുലേഷൻ നടക്കുന്ന ട്രാൻസ്മിറ്ററാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് റിസീവറിൽ നടക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസിങ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ സിഗ്നൽ ഉണ്ടായിരുന്നു. ഈ ഫിസിക്കൽ സിഗ്നലിനെ നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റി. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നൽ ആണല്ലോ, അനലോഗ് ആണല്ലോ. ഈ അനലോഗ് സിഗ്നലിനെ നമ്മളൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് ഈ അനലോഗ് സിഗ്നലിനെ നമ്മൾ 0സും 1സും ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ സിഗ്നൽ കിട്ടിയല്ലോ. ഇതാണ് നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഡിജിറ്റൽ സിഗ്നൽ തന്നെയാണ്. ഈ ഡിജിറ്റൽ സിഗ്നലിനെ നമ്മൾ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ വഴി നമുക്ക് എന്താണോ ഇൻപുട്ടിൽ കിട്ടിയത് അതേ രൂപത്തിലുള്ളൊരു അനലോഗ് സിഗ്നലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അനലോഗ് സിഗ്നലിനെ നമുക്കൊരു ആക്ച്വേറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫിസിക്കൽ സിഗ്നലായിട്ട് മാറ്റാം. അതായത് ഈ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ആദ്യത്തെ ഫിസിക്കൽ സിഗ്നലായിട്ട് മാറ്റാൻ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ആക്ച്വേറ്റർ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണോ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആക്ച്വലി ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസിങ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം ഇതിൻ്റെ നോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന്. സോ ആൻ ഇലക്ട്രിക്കൽ അനലോഗ് സിഗ്നൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ യൂസിങ് ADC. These digital signals are processed by a digital computer and the output of the digital computer is converted to analog using DAC. The output of DAC is modified by actuator and the output of actuator is applied to the control variable. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഡിജിറ്റൽ എന്താണ്, അനലോഗ് എന്താണെന്നുള്ള ഫണ്ടമെൻ്റൽ ബേസിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ എന്താണ്, അനലോഗ് സിഗ്നൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ.
ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അല്ലെങ്കിൽ DAC എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി എ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ വാല്യൂ represented in digital code such as a straight BCD or binary into a voltage or current which is proportional to digital value. അപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റൽ ഇൻപുട്ടാണ് വരുന്നത്. ആ ഡിജിറ്റൽ ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അനലോഗ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ നടക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാവുന്നതാണ് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ഒരു DAC. അപ്പോൾ എന്താണ് DACയുടെ പ്രത്യേകത? DACക്ക് ഡിജിറ്റൽ ഇൻപുട്ടുകളുണ്ട്, അനലോഗ് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോ, അതിൻ്റെ സിമ്പിൾ നമ്മൾ പ്രത്യേക രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ എ DAC ആക്സെപ്റ്റ് n ബിറ്റ് ഇൻപുട്ട് വേർഡ് B1 B2 B3 എക്സെട്ര അപ് ടു Bn ഇൻ ദി ബൈനറി ആൻഡ് പ്രൊഡ്യൂസസ് ആൻ അനലോഗ് സിഗ്നൽ പ്രപ്പോർഷണൽ ടു ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഇൻപുട്ടുകളെല്ലാവരും നോക്കുക. ഏതൊക്കെയാണ് നമ്മൾ ഇൻപുട്ട്? B1 B2 B3 എക്സെട്ര അപ് ടു Bn ആണ് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഇൻപുട്ടിനെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വിച്ച് പ്രൊഡ്യൂസ് ദി അനലോഗ് സിഗ്നൽ പ്രപ്പോർഷണൽ ടു ഇറ്റ്. ഈ ഡിജിറ്റൽ ഇൻപുട്ടിന് പ്രപ്പോർഷൻ ആയിട്ടുള്ള ഒരു അനലോഗ് സിഗ്നലായിട്ട് മാറ്റാനാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പ്രിഫർ ചെയ്യുന്നത്. സോ ഈച്ച് ഡിജിറ്റൽ ഇൻപുട്ട് റിക്വയർ ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ റെപ്രസെൻറ്റിംഗ് എയ്തർ ലോജിക് 0 ഓർ ലോജിക് 1. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നലിന് ആകെ 2 വാല്യൂസേ വരുള്ളൂ. ഒന്നെങ്കിൽ ലോജിക് 1 ആവാം, അല്ലെങ്കിൽ ലോജിക് 0 ആവാം. ഓക്കെ, സോ ഇൻ ദി ഫിഗർ Bn ഈസ് ദി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആൻഡ് B1 ഈസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഈ ലെഫ്റ്റ് മോസ്റ്റിലുള്ള B1 ആണ് ആക്ച്വലി നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ്. അതിന് നമുക്കിതിനെ LSB എന്ന് പറയാം. റൈറ്റ് സൈഡിലുള്ള Bn ആണ്, നമ്മൾ പറഞ്ഞ് മാറിപ്പോയോ, ലെഫ്റ്റ് സൈഡിലുള്ളത് B1 ആണ്. B1നെ നമുക്ക് MSB എന്ന് പറയാം, MSB അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലേ. റൈറ്റ് സൈഡിലുള്ളത് Bn ആണ്. Bn നമുക്ക് എന്ത് പറയാം, അത് ഏറ്റവും റൈറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആണ്, അല്ലെങ്കിൽ LSB ആണ്. അപ്പോൾ ഏതാണ് MSB? B1 എന്നുള്ളത് MSBയും Bn എന്നുള്ളത് എന്തുമാണ്, LSB ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ടുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിജിറ്റൽ ഇൻപുട്ടിനെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നത്. സോ ഈച്ച് ഡിജിറ്റൽ ഇൻപുട്ട് ABCD, ഈ ഫിഗറിൽ ഇങ്ങനെ ABCD ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഫിഗറിൽ B1 B2 ആയിരുന്നു. ക്യാൻ അസ്യൂം എ വാല്യൂ 0 or 1. Therefore there are 2 raised to 4 equal to 16 പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ 4 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ 16 വ്യത്യസ്ത കോമ്പിനേഷൻസ് ഇവിടെ വരും. 0 0 0 0 തൊട്ട് 1 1 1 വരെ അല്ലേ. അപ്പോൾ സോ ഫോർ ഈച്ച് നമ്പർ 0 0 0 0 0 0 0 1 അപ് ടു 1 1 1 1 ദ DAC ഔട്ട്പുട്ട് എ യുണീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻപുട്ട് അനുസരിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള അനലോഗ് വാല്യൂ ആണ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഡിജിറ്റൽ വാല്യൂ അനലോഗ് വാല്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ദ അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻപുട്ട് ബൈനറി നമ്പർ, ദാറ്റ് ഈസ് അനലോഗ് ഔട്ട്പുട്ട് ഈക്വൽ ടു K ഇൻറ്റു ഡിജിറ്റൽ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. ഈ ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ K എന്നുള്ളൊരു പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടർ മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്നത് എന്തായിരിക്കും, എൻ്റെ അനലോഗ് ഔട്ട്പുട്ട് ആയിരിക്കും. കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ളത്. ഹിയർ ദ ഔട്ട്പുട്ട് ഓഫ് DAC ഈസ് എ സ്യൂഡോ അനലോഗ് ക്വാണ്ടിറ്റി. ഒരു സ്യൂഡോ അനലോഗ് ആയിട്ടുള്ള സിഗ്നലായിരിക്കും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ഇൻപുട്ട് ബിറ്റ്സ് ദ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്പുട്ട് വാല്യൂസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അങ്ങനെ തന്നെയാണല്ലോ, ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് പോസിബിലിറ്റീസും കൂടും. സോ സ്റ്റെപ്പ് സൈസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, thereby producing an output that is more like than an analog quantity. എന്താണ് നമുക്ക് പറയാം, ഇവിടെ സ്റ്റെപ്പ് സൈസ് എന്നുള്ളൊരു പാരാമീറ്റർ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് സൈസിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചെറിയ ബ്ലോക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു 4 ബിറ്റ് കൗണ്ടർ കൺസിഡർ ചെയ്യാണ്, ഒരു 4 ബിറ്റ് കൗണ്ടർ. ഓക്കെ, ആ 4 ബിറ്റ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് ഞാനൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. അതിൻ്റെ റെസൊല്യൂഷൻ 1 volt ആണ്. എന്താണ് റെസൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോക്ക് കൊടുത്താൽ ഈ കൗണ്ടർ ആക്ടിവേറ്റ് ആവും. കൗണ്ടർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 0 0 0 0 തൊട്ട് 1 1 1 1 വരെ കൗണ്ടർ കൗണ്ട് ചെയ്യും. ഈ ഓരോ കൗണ്ടറിനനുസരിച്ചും നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും.
അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വേവ് ഫോം നോക്കാം എങ്ങനെ വരുമെന്ന്. ഓക്കെ, സോ വെൻ ദ ബൈനറി കൗണ്ടർ ഹാസ് എ 16 സ്റ്റേറ്റ്സ്. By applying the clock signal, digital to analog converter output waveform will be a staircase waveform with a step size of 1 volt. When the counter is 0000, the output of DAC is 0 volt. When the counter is 1111, the output of digital to analog converter is 15 volt. This is the full scale output. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഐഡിയൽ കേസാണ് ഇവിടെ പറയുന്നത്. ഞാനിവിടുത്തെ സ്റ്റെപ്പ് സൈസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻ 1 വോൾട്ടായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു 4 ബിറ്റ് കൗണ്ടറാണ്. 4 ബിറ്റ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൗണ്ട് 0000 ആയിരിക്കും. 0000 എന്നുള്ളൊരു കൗണ്ടാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ എത്തുന്നതെങ്കിൽ അത് 0 വോൾട്ട് എന്നുള്ളൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. കാരണം അതിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ 1 വോൾട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് കൗണ്ട് 0001 ആണ്. 0001 എന്ന് പറഞ്ഞാൽ 1 വോൾട്ട്. അടുത്ത മൊമെൻ്റ് ഓഫ് സെക്കൻഡിൽ 0010, 0011, 0100, 0101, 0110, 0111, 1000, 1001, 1010. നിങ്ങൾ കണ്ടോ 10 വോൾട്ട്. 1011, 1100, 1101, 1110, 1111 ഇതുവരെ കൗണ്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫുൾ സ്കെയിൽ വാല്യൂ എന്ന് പറയുന്നത്, ഫുൾ സ്കെയിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 1111ഉം ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് 15 വോൾട്ടുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് പറയുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എത്രയാണ്? 1 വോൾട്ടാണ് സ്റ്റെപ്പ് സൈസ് അല്ലേ. ഓരോ സീക്വൻസ് കഴിയും തോറും 1 വോൾട്ടിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, എങ്ങനെയാണ് ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഡിജിറ്റൽ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ വാല്യൂക്ക് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള അനലോഗ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് പാരാമീറ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് എന്നുള്ളൊരു പാർട്ടാണ്. നമുക്ക് നോക്കാം. സോ നമുക്ക് ഇത്രയും പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റെസൊല്യൂഷൻ, ആക്യുറസി, മോണോടോണിസിറ്റി, സെറ്റിംഗ് ടൈം, ഓഫ്സെറ്റ് വോൾട്ടേജ്. അങ്ങനെ 5 പെർഫോമൻസ് പാരാമീറ്റേഴ്സാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന് പഠിക്കാനുള്ളത്. സോ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ റെസൊല്യൂഷൻ ഓഫ് DAC ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ എ അനലോഗ് ഔട്ട്പുട്ട് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിജിറ്റൽ ഇൻപുട്ട്. എന്താ പറയുന്നത്, ദ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ ആൻ അനലോഗ് ഔട്ട്പുട്ട് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ നമ്മൾ ഡിജിറ്റലിൽ വരുത്തുന്ന ചേഞ്ച് 1 വോൾട്ടിൻ്റെ ചേഞ്ച് വരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൗണ്ട് 0000 നിന്ന് 0001 ആക്കുമ്പോൾ 1 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് സംഭവിക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് സൈസ് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആക്ച്വലി റെസൊല്യൂഷൻ. ദ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ ആൻ അനലോഗ് ഔട്ട്പുട്ട് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിജിറ്റൽ ഇൻപുട്ട്. ദിസ് ഇസ് കോൾഡ് റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻ നമുക്ക് 3 വേയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, 3 വേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് ഡിവൈഡർ ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് സൈസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഫിഗറിൽ നമ്മൾ സ്റ്റെപ്പ് സൈസ് പറഞ്ഞല്ലേ. യെസ്. എന്താണ് ഫുൾ സ്കെയിൽ? ഫുൾ സ്കെയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുൾ സ്കെയിൽ ഇൻപുട്ട് 1111 എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ സ്റ്റെപ്പ് സൈസ് ഡിവൈഡർ ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഫുൾ സ്കെയിലും സ്റ്റെപ്പ് സൈസും അല്ല, വേറൊരു പാരാമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, 1/, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു 100. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ 16 സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, 5 ബിറ്റ് ആണെങ്കിൽ 32 സ്റ്റെപ്സ് ഉണ്ടായിരിക്കും, 6 ബിറ്റ് ആണെങ്കിൽ 64 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ 1/, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു 100 എന്നുള്ള ഫോർമുല വെച്ചിട്ടും നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം.
അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷനിൽ വെറും റെസൊല്യൂഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻n−1 എന്നുള്ള ഫോമുല വെച്ച് കണ്ടുപിടിക്കാം. എത്ര ബിറ്റ് ആണെന്നാണ് എന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻n−1. ഈ 3 ഫോമുല വെച്ചിട്ട് നമുക്ക് റെസൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ റെസൊല്യൂഷൻ്റെ ഒരു കോമൺ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ അത് ചെയ്യും, എങ്ങനെ നമുക്ക് റെസൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ഏതൊക്കെ പാറ്റേണിലൂടെ നമുക്ക് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്താണ്? ഇഫ് ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 10.2 വോൾട്ട് ദെൻ റെസൊല്യൂഷൻ ഓഫ് 8-bit DAC ഈസ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 10.2 വോൾട്ടാണ് അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെസൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ഫോമുലാസ് യൂസ് ചെയ്യാം റെസൊല്യൂഷൻ്റെ. ഏതൊക്കെയാണ് 3 ഫോമുലാസ്? ഈ 3 ഫോമുലാസ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പാരാമീറ്റർ എന്താണ്? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫോമുല മാത്രം നിങ്ങൾ എഴുതുക. ഏതാ വരിക? അപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ വരിക? റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിവൈഡഡ് ബൈ 2⁻n−1. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ എന്താണ്? 10.2 വോൾട്ട്. 2⁻n−1 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 2⁻8−1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10.2 ഡിവൈഡഡ് ബൈ 255 എന്ന് കിട്ടും. നമ്മളിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇറ്റ് വിൽ ബി ഇക്വലൻ്റ് ടു 40 mV/LSP എന്ന് കിട്ടും. 40 mV/LSP എന്ന് കിട്ടും. ഇതാണ് ആക്ച്വലി നമ്മുടെ റെസൊല്യൂഷൻ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. റെസൊല്യൂഷൻ വളരെ ഈസി മാനറിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെസൊല്യൂഷൻ ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പോൾ യൂണിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. mV/LSP എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റെസൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ട്/LSP ആണ്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന യൂണിറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോമുല പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ടേംസ് ഓഫ് റെസൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക റെസൊല്യൂഷൻ എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ട്? അപ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ഇൻറ്റു ഡി ആണ്. അപ്പോൾ നമുക്ക് റെസൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ്റെ കൂടെ ഡി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കിട്ടും. അതായത് എന്താണ് വി ഔട്ട് ഈക്വൽ ടു റെസൊല്യൂഷൻ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ? ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെസിമൽ വാല്യൂ ഓഫ് ഡിജിറ്റൽ ഇൻപുട്ടാണ്. അപ്പോൾ 10 ആണോ 12 ആണോ 15 ആണോ ഡെസിമൽ വാല്യൂ എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഡെസിമൽ വാല്യൂവിനെ റെസൊല്യൂഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആവും. നമുക്ക് അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാനുള്ള പാരാമീറ്ററാണ് ആക്യുറസി. നമ്മൾ റെസൊല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ആണ് ആക്യുറസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അതായത് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ആക്യുറസി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആക്ച്വലി എത്ര ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്യുറസി കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൻ്റെ ഫോമുല വളരെ ഈസിയാണ്. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻n−1 × 2 എന്നുള്ള ഫോമുല വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്യുറസി കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻n−1 എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ്? വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഇൻറ്റു 2 എന്നുള്ളത് കേട്ടോ. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻n−1 × 2 എന്നുള്ളത് താഴെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആക്യുറസി കണ്ടുപിടിക്കാം. അപ്പോൾ ഡെഫിനീഷൻ ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഫോമുല ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ പാരാമീറ്ററാണ് മോണോടോണിസിറ്റി. മോണോടോണിസിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ. എ കൺവേർട്ടർ ഈസ് സെഡ് ടു ഹാവ് ഗുഡ് മോണോടോണിസിറ്റി ഇഫ് ഇറ്റ് ഡസ് നോട്ട് മിസ് any step backward when stepped through the entire range of the counter. That is, DAC is said to be monotonic if its output increases as
binary input incremented from one value to next. The staircase output will have no downward step as the binary input incremented from 0 to full scale value. അപ്പോൾ ഇവിടെ പറയുന്നുള്ളത് ഒരു ഗുഡ് മോണോട്ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് മിസ് എനി സ്റ്റെപ്പ് ബാക്ക്വേർഡ് വെൻ സ്റ്റെപ്പ്ഡ് ത്രൂ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കൗണ്ടർ. അപ്പോൾ നമ്മളൊരു കൗണ്ടർ കൗണ്ട് ചെയ്യാണ്, ഇങ്ങനെയാണല്ലോ അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബോട്ടം ടു ടോപ്പ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. അതായത് 14 കഴിഞ്ഞിട്ടാണ് 15 കൗണ്ട് ചെയ്യുക. 14 കഴിഞ്ഞ് നമുക്ക് 13 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ബാക്ക്വേർഡ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി മോണോടോണിസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോടോണിസിറ്റി. ഇഫ് ഇറ്റ് ഡസ് നോട്ട് മിസ് എനി സ്റ്റെപ്പ് ബാക്ക്വേർഡ് വെൻ സ്റ്റെപ്പ്ഡ് ത്രൂ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കൗണ്ടർ. ഇതിനെയാണ് നമ്മൾ മോണോടോണിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. PSC ഒബ്ജക്റ്റീവ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഡെഫിനേഷനൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, 4ാമത്തെ പാരാമീറ്റർ ആണ് കൺവേർഷൻ ടൈം അല്ലെങ്കിൽ സെറ്റിംഗ് ടൈം. സോ എന്താണ് കൺവേർഷൻ ടൈം അല്ലെങ്കിൽ സെറ്റിംഗ് ടൈം? ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ കൺവേർഷൻ ഓഫ് അനലോഗ് ഇൻ ടു ഡിജിറ്റൽ. നേരെ തിരിച്ചാണ്, ഡിജിറ്റൽ ഇൻപുട്ടിനെ അനലോഗാക്കി മാറ്റാൻ എടുക്കുന്ന സമയമാണ് കൺവേർഷൻ ടൈം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസ്പോൺസ് ടൈം ഓഫ് സ്വിച്ചസ് ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. The operating speed of DAC is usually specified by giving it setting time. It is measured as the time for DAC output to settle plus or minus 1/2 step size of the final value. ഈ പാരാമീറ്റർ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ കൺവേർഷൻ ടൈമും സ്റ്റെപ്പ് സൈസ് നമ്മൾ റിലേഷൻ ഉണ്ട്. അതിൻ്റെ പ്ലസ് ഓർ മൈനസ് 1/2 സ്റ്റെപ്പ് സൈസ് ഓഫ് ദി ഫൈനൽ വാല്യൂ ആയിരിക്കും നമ്മൾ കൺവേർഷൻ ടൈം. അപ്പോൾ ഒരു ഡിജിറ്റൽ ഇൻപുട്ട് അനലോഗ് ഔട്ട്പുട്ടായിട്ട് മാറാൻ എടുക്കുന്ന സമയം, അത് നമുക്ക് കൺവേർഷൻ ടൈം അല്ലെങ്കിൽ സെറ്റിംഗ് ടൈം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്. 5ാമത്തെ പാരാമീറ്ററാണ് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഒപ്പാമ്പ് എടുത്ത സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ? ഒരു ഐഡിയൽ ഒപ്പാമ്പിൻ്റെയും പ്രാക്ടിക്കൽ ഒപ്പാമ്പിൻ്റെയും ഓഫ്സെറ്റ് വോൾട്ടേജ് എത്രയായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെയും ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. So ideally, the output of a DAC should be 0 when the binary input is 0. In practice, however, there is a very small output voltage under this situation is called the offset voltage. This offset error is not corrected, will be added to the expected DAC output for input cases. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഇൻപുട്ടൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയാണോ? അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഒപ്പാമ്പിൻ്റെ ഒക്കെ കേസിൽ, നോർമൽ കേസിൽ നമ്മൾ അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും ഒരേ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, പ്രാക്ടിക്കലി ഒരു കമ്പാരറ്റർ സർക്യൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 ഔട്ട്പുട്ട് കിട്ടണം അല്ലേ? പക്ഷേ അങ്ങനെയല്ല ഔട്ട്പുട്ട് വരിക. ഇവിടെ പറയുന്നുണ്ട് ഇൻ പ്രാക്ടീസ് ഹൗഎവർ ദർ ഈസ് എ വെരി സ്മോൾ output voltage under this situation is called offset voltage. Ideally, the output of DAC should be 0 when the binary input is 0. അപ്പോൾ ബൈനറി ഇൻപുട്ട് 0 എന്ന സമയത്ത് നമുക്ക് ഐഡിയലി ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ കിട്ടുന്നത് 0 ഔട്ട്പുട്ട് ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് സൈസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു മൈന്യൂട്ട് വോൾട്ടേജ് ജനറേറ്റ് ആവും ഇൻപുട്ട് 0 ആണെങ്കിലും. ഈ വോൾട്ടേജിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ഒപ്പാമ്പിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാരാമീറ്റേഴ്സായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ബേസിലുള്ള എക്സാമ്പിൾസ് നോക്കാം. DACയുടെ നമ്മൾ പാരാമീറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എക്സാമ്പിളിൽ ഫസ്റ്റ് പറയുന്നത് ഡിറ്റർമൈൻ ദി റെസൊല്യൂഷൻ ഓഫ് 6-bit DAC ആൻഡ് 12-bit DAC ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ കണ്ടാൽ നമുക്ക് കാണാൻ അറിയാമല്ലോ. നമ്മൾ പറഞ്ഞ സമയത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു റെസൊല്യൂഷൻ സ്റ്റെപ്പ് സൈസ് ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100 അല്ലെങ്കിൽ 1 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു 100. ഈ രണ്ട് ഫോമുല വെച്ച് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമുല ഏതാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് റെസൊല്യൂഷൻ ആണ് കാണാൻ പറഞ്ഞത്, പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ. വാട്ട് അബൌട്ട് n ഈസ് ഈക്വൽ ടു 6 ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത് അല്ലേ. n എന്നുള്ളത് 6 ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം 1/2 raised to n 1/2 raised to n minus 1 into 100. ഈ 2 raised to n minus 1 ആണ്, ശ്രദ്ധിക്കണം. 2 raised to n minus 1 into 100 വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1/2 raised to 6 minus 1
ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും 1/63 ഇൻറ്റു 100, അല്ലെങ്കിൽ എനിക്ക് കിട്ടും 1.587% എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. യെസ്. അപ്പോൾ സെക്കൻഡ് കേസിൽ എന്ത് വരും? എന്നിൻ്റെ വാല്യൂ 12 എന്നിൻ്റെ വാല്യൂ 12 ആയാൽ 1/2n-1 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ 1/212 -1 ഇൻറ്റു 100 ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടും 0.0244%. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് കണ്ടുപിടിക്കുക? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ. നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. എ 6-bit DAC ഹാസ് എ സ്റ്റെപ്പ് സൈസ് ഓഫ് 50 mV. ഡിറ്റർമൈൻ ദി ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ അല്ലേ, പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കാണണം, അതുപോലെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ടും കാണണം. അപ്പോൾ ഏതാണ് നമുക്കിവിടെ യൂസ് ആവുന്ന ഫോർമുല നിങ്ങൾ നോക്കുക. റെസൊല്യൂഷൻ ഇതായിരുന്നില്ലേ, ഈ 3 പേര് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100 എന്നുള്ള ഫോർമുല വെച്ച് പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. 1 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു 100 വെച്ച് കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2n-1 വെച്ചും നമുക്ക് റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ യൂസ്ഫുൾ ആവുന്ന ഫോർമുല ഫസ്റ്റ് ഫോർമുലയാണ്, സ്റ്റെപ്പ് സൈസ് ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100. ഏതാണ് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ? സ്റ്റെപ്പ് സൈസ് ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഇൻറ്റു 100. അങ്ങനെ നമുക്ക് കണ്ടുകൂടെ? യെസ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു 6-bit DAC തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആണ്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റെപ്പ് സൈസ് തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് സൈസ് ഈക്വൽ ടു 50 mV ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞ എന്താണ്? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറഞ്ഞു. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ബൈ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റെപ്സ് കണ്ടുപിടിക്കണം. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 2n-1 ആണ് സ്റ്റെപ്സ് കാണുക അല്ലേ, 2n-1. അപ്പോൾ നമുക്ക് കിട്ടും 63 ആണ് സ്റ്റെപ്സ്. അപ്പോൾ നമുക്കിവിടെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചുകൂടെ? എന്താ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വരിക? ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു സ്റ്റെപ്പ് സൈസ് 50 mV. എങ്ങനെ എനിക്ക് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം? ഇറ്റ് വിൽ ബി ഇക്വാലൻ ടു 3.15 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ ആവല്ലേ. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റെപ്സ് നോക്കുക, ഓരോന്നിൻ്റെയും സ്റ്റെപ്പ് സൈസ് നോക്കുക. അങ്ങനെയല്ല ആക്ച്വലി വരിക സ്റ്റെപ്പ് സൈസ്. സ്റ്റെപ്പ് ഓരോന്നും 50 mV തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? മൊത്തം സ്റ്റെപ്സിൻ്റെ എണ്ണം 63 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3.15 വോൾട്ട് എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ കണ്ടുപിടിച്ചുകൂടെ? ഇറ്റ് ഈസ് ഈക്വാലൻ ടു ഫുൾ സ്കെയിൽ സ്റ്റെപ്പ് സൈസ് ഡിവൈഡഡ് ബൈ 50 mV ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 3.15 വോൾട്ട് ഇൻറ്റു 100. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും 1.567% എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ. an 8-bit DAC has an output voltage range 0 to 2.55 വോൾട്ട്. ഡിഫൈൻ ദി റെസൊല്യൂഷൻ. പെർസെൻറ്റേജ് ഓഫ് റെസൊല്യൂഷൻ അല്ല, ഡിഫൈൻ ദി റെസൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാം. നമുക്ക് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.55 വോൾട്ടാണ്. അതുപോലെ N തന്നിട്ടുണ്ട്, N 8 ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിച്ചുകൂടെ റെസൊല്യൂഷൻ? ഹൗ ടു ഡിറ്റർമൈൻ റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2n-1 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ 15 ആണ് ആക്ച്വലി വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ. എങ്ങനെയാണ് 15 എന്ന് കിട്ടുക? 15 അല്ല, സോറി തന്നിട്ടുണ്ടല്ലോ. നമുക്കിവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ടല്ലോ, 2.55 വോൾട്ടാണ്, 15 അല്ല. ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് N തന്നിട്ടുണ്ട് 8 ആണ് അല്ലേ. അപ്പോൾ 2⁻8-1 കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുകയാണ് 2.55 ഡിവൈഡഡ് ബൈ 2⁻8-1 എന്ന് പറഞ്ഞു. നമുക്കിവിടെ ആൻസർ കിട്ടും 10 mV/LSB എന്ന് കിട്ടും. ഇത് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, കറക്റ്റായിട്ട് ചെയ്ത ആൻസർ കിട്ടും 2.55 ഡിവൈഡഡ് ബൈ 2⁻8-1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ 10 mV എന്ന് കിട്ടും ആൻസർ. 10 mV/LSB എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. എ ഡിജിറ്റൽ ഇൻപുട്ട് ഓഫ് 4-bit DAC ഈസ് 0-1-1-0. കാൽക്കുലേറ്റ് ദി ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഡിജിറ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 0-1-1-0 ആണ്. ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റർ എന്താണ്? N തന്നിട്ടുണ്ട്, 4-bit ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ
4 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും 0000 തൊട്ട് 1111 വരെ ആയിരിക്കും നമ്മൾ ബിറ്റ് ഉണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 15 വോൾട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് റെസൊല്യൂഷൻ കണ്ടുകൂടെ? എങ്ങനെ റെസൊല്യൂഷൻ വരിക? റെസൊല്യൂഷൻ കണ്ടിട്ട് വേണം ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ. റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2n-1 വരും. അതായത് 15 ഡിവൈഡഡ് ബൈ 2⁻⁻1 വരും. ഇറ്റ് വിൽ ബി ഇക്വാലൻ ടു 15/15 വരും. 1 വോൾട്ട് പെർ LSP വരും റെസൊല്യൂഷൻ. പക്ഷേ നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? നമ്മളോട് കാണാൻ പറഞ്ഞ ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓൾറെഡി നമ്മൾ റെസൊല്യൂഷൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഫോർമുല പറഞ്ഞിരുന്നു. ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ റെസൊല്യൂഷൻ ഇൻറ്റു D വെച്ച് കാണാം. അപ്പോൾ ഓൾറെഡി നമ്മൾ റെസൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഈ റെസൊല്യൂഷൻ അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ റെസൊല്യൂഷൻ ഇൻറ്റു D വെച്ച് കണ്ടുപിടിക്കാം. D എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമലാണ്. അപ്പോൾ 1 വോൾട്ട് പെർ LSP ഇൻറ്റു D എന്താണ് ആക്ച്വലി 01101 ആണ് എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 6, 0110 എന്ന് പറഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 6 വോൾട്ട്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതിൻ്റെ ലോജിക്ക്, ഫണ്ടമെൻ്റൽ ലോജിക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. An 8-bit DAC has a resolution of 20 millivolt per LSP. Find voltage of full scale deflection Vout if the input is 1000 അല്ലേ, ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. റെസൊല്യൂഷൻ എന്താണ്? റെസൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് റെസൊല്യൂഷൻ്റെ ഫോർമുല ഇവിടെ അറിയാം. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻⁻1 അല്ലേ. അപ്പോൾ റെസൊല്യൂഷൻ തന്നിട്ടുണ്ട് 20 മില്ലി വോൾട്ട് പെർ LSP ആണ് അല്ലേ. ഓക്കെ, വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ 2⁻⁻1 വരില്ലേ? യെസ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് വരും? വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കിവിടെ ചെയ്യാം 20 ഇൻറ്റു n ഓൾറെഡി 8 ആണല്ലോ, 2⁻8-1 20 ഇൻറ്റു 2⁻8-1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസർ കിട്ടും. വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഞാനിവിടെ റെസൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ കിട്ടും 20 ഇൻറ്റു 2⁻8-1. സോ ഇറ്റ് വിൽ ബി ഇക്വാലൻ ടു 5.1 വോൾട്ട് എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ വോൾട്ടേജ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. നമുക്ക് D തന്നിട്ടുണ്ട്. D എന്ന് പറഞ്ഞാൽ 10000000000 അല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി 128 എന്ന് കിട്ടും. നമുക്കറിയാലോ ഓൾറെഡി എങ്ങനെയാണ് നമ്മൾ ഡെസിമലിനെ ബൈനറി എങ്ങനെ ഡെസിമലാക്കി മാറ്റുക നിങ്ങൾക്കറിയാം. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന ബിറ്റ് ഇതാണ് അല്ലേ. ദിസ് ഇസ് 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6, 2⁻7. 2⁻7ലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബിറ്റ് കണ്ടിട്ട് മൊത്തം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡിജിറ്റലിൽ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ ഈ 1000000 എന്നുള്ള പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള നമ്പറിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 128 എന്ന് വരും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന D. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചുകൂടെ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ? റെസൊല്യൂഷൻ ഇൻറ്റു D അല്ലേ. റെസൊല്യൂഷൻ ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ. റെസൊല്യൂഷൻ എത്രയാണ്? 20 അല്ലേ. യെസ്. D എത്രയാണ്? 128 അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും 2.20 × 128 അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. 20 മില്ലി വോൾട്ടാണ്. അപ്പോൾ 20 × 10⁻³ ആണ് ഇവിടെ വരിക, ഇൻറ്റു 128. അപ്പോൾ നമുക്കിവിടെ കിട്ടും ആക്ച്വലി 2.56 വോൾട്ട് എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത്. 5 ടൈപ്പാണ് അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും.